എവിടെ പോയി വണ്ടിയിൽ പറഞ്ഞ പോലെ? കേരള എന്നറിയാം. കേരളത്തിൽ എവിടെ? എന്ത് കുടിച്ചോണ്ടില്ലേ? വെരി ഗുഡ്. അപ്പൊ അവിടെ പോയി കാണാം. ഇത് നമ്മൾ പോയേണ്ടിയുള്ളത് ഇത് ആൾമോസ്റ്റ് മൂർനാട് എത്തിയിട്ടുണ്ട്. മൂർനാട് പോയി എത്തിയല്ലേ? മൂർനാട് പോയി കൂടെ പോയാ മടക്കര പോയിട്ട് മൂർനാട് പോയിട്ട് അത് കൂടെ രാവിലത്തെ ആ മഞ്ഞെല്ലാം കണ്ട? അതെ, നല്ല മഞ്ഞ്. റോട്ടിൽ ഒരു വണ്ടിയും ഇല്ല. അതെ, ഇതാ വീരാസ്പേട്ട ഗഡിയാറ കമ്പ എത്തി. അതെ, കവിതയ്ക്ക് പൂ എടുക്കാൻ ഇറങ്ങിയത് ഇവിടെ. പൂ എടുത്തിട്ട് പോകാൻ ಮೈಸೂರು ಮಲ್ಲಿಗೆ ಎಲ್ಲ ಮೈಸೂರು ಮಲ್ಲಿಗೆ ಎಲ್ಲೆಲ್ಲೂ ಇಲ್ಲ. ಹೌದಾ? ಅದು ಸೇವಂತಿ 6 ಮಣಿಗೆಲ್ಲ ಅವರು ಸೇಲ್ ಹಾಕೊಂಡು. അതെ, പൂവെല്ല രാവിലെ. ഇത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുമ്പോൾ അവിടെ ഒരു ആർട്ടിഫിഷ്യൽ ക്യാമൽ ഒട്ടകം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആക്കാൻ പോയി. ഏട്ടനുണ്ടല്ലേ? അവരെല്ലാം വന്നിട്ട് അവിടെ പൊറോട്ടയും കടലക്കറിയും. അതെ, ഇവിടുന്ന് അങ്ങനെ പോയതല്ലേ, അപ്പോൾ കുട്ടികൾക്ക് വൈകുന്നേ ഉണ്ടാവും. അങ്ങനെ കട്ടൻ ചായയും പുട്ടും കടലക്കറിയും സൂപ്പറല്ലേ. അങ്ങനെ അവിടെ പോയി എത്തി. നാഷ്ടല്ല കുട്ടികൾക്ക് ഇത് കേരളം എത്താനാകുമ്പോൾ അവിടെ ഒരു പഴയ വീടുണ്ട് റോഡ് സൈഡ്. അതെ, അത് കാണാൻ നല്ല പാങ്ങ. അതിനെ കൊണ്ട് അത് പിടിച്ചേ. അതെ, എത്താനാവുമ്പോ ഇത് പാളം കേരള. അതെ, കേരളത്തിന്റെ പാളം. കേരളത്തിക്ക് കടന്ന് ഇത് തന്നെ കവിന്റെ വീട്ടിൽ ഇറങ്ങുന്ന വഴി. അതെ, അമ്മക്ക് ഓർമ്മയുണ്ടല്ലോ? ഓർമ്മയുണ്ട്. മെയിൻ റോഡിൽ വന്നിട്ട് ഇങ്ങനെ ടേൺ ആവണല്ലേ. ഇതന്നെ ഇപ്പൊ ഇവിടെ ഒരു പുതിയ വീടെല്ലാം ആയിന്. ഞാൻ ഇരിക്കുമ്പോൾ ഫൗണ്ടേഷൻ എല്ലാം ആയതാണ്. ഇപ്പൊ പാങ്ങല് വീടായി. ഇതന്നെ നിന്റെ മോളുടെ വീട്. എന്റെ മോളുടെ വീട് ആദ്യം കാണണം. സ്പെഷ്യല് എന്ത് സ്പെഷ്യൽ ഉണ്ട്? നിനക്ക് അനിയത്തി വേണോ അനിയൻ വേണോ? അനിയത്തി അല്ലേ? അനിയത്തിന് ഇഷ്ടം അനിയനെ ഇഷ്ടം? അനിയത്തി. ഓക്കെ, അപ്പൊ നിന്റെ ഇഷ്ടപോലെ നടക്കട്ടെ. ഇത് കവിന്റെ സീമന്തത്തിലെ അതിന് ഡെക്കറേഷൻ സൂപ്പർ ഉണ്ടല്ലേ മാ, നല്ല പാങ്ങുണ്ട് കാണാന്. ഇത് ഉള്ളില പുറത്തുണ്ട്, ഇതും പുറത്താ. നോക്കി എന്ത് സൂപ്പർ, നല്ല. അവർക്കൊരു ആഗ്രഹം ഉണ്ട്, ഈ ആഗ്രഹം പോലെ. അതെ അതെ അതെ, ആ മാതിരി ആക്കണം എന്നെ പറഞ്ഞിട്ട്. ഇത് അന്നപ്പല കന്നഡത്തില് പയങ്കല്. പിന്നെ ഇത് സ്വീറ്റ്. ഇതെല്ലാം ഞാൻ കൊണ്ടുപോയ സാധനങ്ങള് എല്ലാം ഇവിടെ കർണാടകത്തത്. കോടുവല, നിപ്പട്ട്, അതെ, ചക്കുളി, മുറുക്ക് എല്ലാം വെച്ചിട്ട് മോളിനെത്തി ആട്ടെ. അത് ഇരുന്നതല്ല എനിക്ക് കാണാനായി. മഞ്ഞൾ കലക്കല്. അതെ, മഞ്ഞൾ തേച്ച് കൊടുക്കണ്ടേ അതിന് അല്ലേ? നല്ല സൂപ്പറായിനുപ്പാ. ഞാൻ പറഞ്ഞിട്ടില്ലെങ്കിൽ എന്താ ഇതിൽ കാണുന്നുണ്ടല്ലേ, അത് സന്തോഷം. ഇത് അമ്മ ചേച്ചി ഇതെല്ലാം കവിതക്ക് മേക്കപ്പ് ആക്കാൻ വന്ന ആൾക്കാർ. അതെയാ? അതെ, ധന്യ അവിടെ നിന്ന് അമ്മ വിളക്ക് കത്തിച്ച് ഇപ്പൊ സ്റ്റാർട്ട്. അതെ, ഇപ്പൊ അരി ഇടാൻ ഇരുത്തു അല്ലേ? ഇരുത്തിന്ന് എകരത്തിൽ ഇരുത്തിയത് അവൾക്ക് താഴെ ഇരുന്നൂടല്ലേ. അങ്ങനെ ഇപ്പൊ ചേച്ചി വന്നിട്ട് തുടക്കത്തിലാക്കിക്കൊണ്ടില്ലേ ചടങ്ങ്? അതെ, കുട്ടികൾക്ക് 2 ആൾക്കും കൊടുത്തിട്ട് ഓൾക്കും കൊടുത്ത് അരി പൂവിട്ട. അതെ, ഇത് ധന്യ അല്ലേ? അവൾക്കറിയാം ഈ ശാസ്ത്രം ഇവിടെ ചെയ്തത്, അതുപോലെ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് ചെയ്യേണ്ടത്. വാങ്ങണ്ട് ബല തൊട്ട്
പിന്നെ മഞ്ഞ ചേർത്ത് തേക്കും. മഞ്ഞ പറഞ്ഞ ചന്ദനം. ചന്ദനം ഇവിടെ മഞ്ഞ കുളിക്കുന്നതെന്ന് പറയൂ. ഓരോരോ വിധം വല തൊട്ടിട്ട് ആവുന്നില്ലേന്ന് വല. ഓരോരോ ആൾ കൊണ്ടുവന്നിട്ടില്ല, ഓരോരോ സൈസ് ഉണ്ടായി. അതിനെ കൊണ്ട് ചിലതായിക്കൊണ്ടായിട്ടില്ല. അതെ, കുറച്ച് വലിയ സൈജിന്റെ എടുക്കണം. ഈ നല്ല പെട്ടെന്ന് ഇടണം. അങ്ങനെ വലിയ സൈജിന്റെ അതിനല്ല കഴിത്ത നല്ല ഡ്രസ്സെല്ലാം ആക്കിന്. അവൾക്ക് ആശയുണ്ടായത് ഇതന്നെ എനിക്കിങ്ങനെ ആക്കണു, ഇനി ആവില്ല ഇങ്ങനെ, നമുക്ക് ഇതന്നെ ലാസ്റ്റ് എന്നല്ല പറഞ്ഞിട്ടുണ്ടായി. അവൾക്ക് ആക്കലല്ല, അതിനെ നോക്കാനില്ല ഭാഗ്യം കൂടി നമുക്ക് കിട്ടില്ല. അത് സന്തോഷം. എനിക്ക് നോക്കാൻ ഇതെങ്ങനെ നോക്കാല്ലേ, എന്താക്കാ സുഖമില്ലാണ്ടായിട്ടുണ്ടായി. ഏട്ടന് ചന്ദനം തേച്ച് കൊടുക്കുന്നു. നോക്ക്, അനിയത്തിക്ക് ചന്ദനം തേക്കുക. ഇനി നീ തേക്കൂ അല്ലേ? ഏട്ടൻ ശാസ്ത്രം ആക്കാന്ന് അവര് പറഞ്ഞു കൊടുത്ത ഇങ്ങനെ ആക്കുക. അറിയില്ലല്ലേ? അറിയാ, ചില ഏട്ടൻ ക്ലാസ്സിൽ അറിയാം. വള തൊടുന്നുണ്ട്, ക്ലീൻ ആയിട്ട് ഇട്ടാമോ? അതെ, അമ്മന്റെ മോണല്ലേ, അമ്മ ഇടുവല്ലേ എല്ലാവർക്കും വല. ക്ലീൻ ആയിട്ട് ഇട്ട് കാല് പിടിക്കുന്ന ചടങ്ങ് കഴിഞ്ഞ് അതും കഴിഞ്ഞ് ഇനി നീ ഏട്ടന്റെ മാതിരി ബേവട്ട സ്നേഹം കണ്ടേ ബേ പോവത്ര പോലെ എനിക്ക് പോയി. പോയല്ലേ? അങ്ങനെ കുട്ടിയും ചെക്കൻ ഇരുന്നോണ്ട് നോക്കുക, എനക്ക് വല ഇട്ടാലെന്താന്ന്. എനിക്ക് പോണുണ്ട്, പോകാൻ പാടില്ലല്ലേ? എനിക്ക് പോയി പിന്നെയും വന്നിട്ട് ഇരിക്കും. അതന്നെ അരി ഇടുന്ന ഇപ്പൊ അരിയും പോവും. അങ്ങനെ ഇടണോ? യാരും അങ്ങനെ ചെയ്തിട്ടില്ല. കാല് പിടിക്കാൻ വന്ന എനിക്ക് കാല് പിടിക്കുന്നത് ഇഷ്ടമില്ല. വേണ്ടാന്ന് പറഞ്ഞ് അവള് കുമ്പിടണ്ടപ്പ അവിടത്തോളം. പിന്നെ നല്ല ഉണ്ട് ആട്ടെ, എനിക്ക് ഇങ്ങനെ കാണാനാകുമായല്ലേ. അവൾക്ക് സന്തോഷമായി. തലേണ്ടന്നു ഒരു പരിപാടിയുടെ സ്ഥലത്ത് കയറിയിരിക്കാൻ ഭയങ്കര സന്തോഷം. അപ്പോൾ ആദ്യം നോണ്ടേ ചന്ദനം, ഇങ്ങനെ കുറച്ച്, പിന്നെ എന്നാ കൈക്കാക്കി സൈഡ് മാറ്റിയിട്ടാ അല്ലേ ആയിട്ടില്ല എത്തിക്കേ. ചെറിഞ്ഞാണ് നല്ല ഇത് വേണം, ഇത് അങ്ങനെ ആ ചടങ്ങല്ലേ. ഓക്കെ, അപ്പൊ ഇനി അടുത്ത കുപ്പി വളയല്ല, നമുക്ക് ലൂസായിട്ടില്ല രണ്ട് വള എടുക്കട്ടെ. അത് സ്നേഹം വേഗം പോകും. തലക്കലേട്ടോ കാലോട്ടോ ഭർത്താവല്ലേ. നിപ്പട്ട് 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 ഇത് തന്നെ നിപ്പട്ട് ഇതല്ലേ? എന്നാ നിപ്പട്ട് കൊടുക്ക. സൂപ്പർ ഉമ്മ കൊടുക്കും അല്ലേ? കണ്ട? ആഹാ, മോന് വിചാരിക്കുക എനക്കില്ലേ. ഇപ്പൊ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞ് എന്നിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് നിന്നിട്ടുള്ളത്. ഇപ്പൊ മെയിൻ പ്രോഗ്രാം ഫുഡടി. സാക്കു 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 സാക്കു
എല്ലാം ഇപ്പൊ ചോറ് വയ്ക്കുന്ന പരിപാടി. അതെ. ഓ മിറ്റത്ത് പന്തലിട്ടുന്നല്ലേ, ആ പന്തലിന്റെ അടിയിൽ ബേക്കല്ലേ. അവരിവിടെ ബേച്ചുണ്ടായി നമ്മൾ അതിന്റെ അപ്പുറം ഒരു ഡൈനിങ് ടേബിൾ. അതെ അതെ, ഇങ്ങനെയല്ല അവിടെ ഇരുന്ന നാട്ടിൽ വന്നിട്ട് ബ്ലാക്കില് ആര് കാണാൻ പഴിച്ചിട്ടുണ്ടാവും. ഉച്ചയല്ലേ, ഉച്ച കഴിഞ്ഞ ഭയങ്കര തിരക്കത്. ഇത്രയും നേരമുള്ള എല്ലാ തിരക്ക്. ഇവിടെ അടിയാണോ? അപ്പോൾ എന്തെങ്കിലും വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.